നമസ്കാരം. 21-ാം വയസ്സിൽ തിരുവനന്തപുരം മേയർ എന്ന പദവിയിലെത്തിയ ഒരു കൊച്ചുകുട്ടിയാണ് ആര്യ രാജേന്ദ്രൻ. ഭരണത്തെപ്പറ്റി അടിസ്ഥാന അറിവ് പോലും ഇല്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ ഭരണം കൊടുത്തപ്പോൾ തന്നെ CPM-ലെ മുതിർന്ന നേതാക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആര്യ രാജേന്ദ്രനെ മേയർ പദവി ആക്കണമോ? അത് തിരുവനന്തപുരം പോലെ ഒരു വലിയൊരു നഗരത്തിന്റെ മേയർ മാതാവാക്കി അവരോധിക്കണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ CPM-ലെ കുറച്ച് മുതിർന്ന നേതാക്കൾ പറഞ്ഞു, ആര്യയെ, ഈ കൊച്ചു പെൺകുട്ടി, 21 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ ആക്കുക വഴി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി എന്ന ഖ്യാതിയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഇമേജും വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് CPM-ലെ കുറച്ച് മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി യുവാക്കൾക്ക് പാർട്ടിയിൽ കടന്നു വരാനുള്ള ഒരു അവസരവും ഇപ്പോ യുവാക്കൾക്ക് CPM-നുള്ള ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യം മാറുകയും ഇതോടുകൂടി ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ആര്യയെ മേയറാക്കിയതിൽ നിലവിൽ തെറ്റ് പറ്റിയെന്ന് CPM ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തുറന്ന് സമ്മതിക്കുകയാണ്. മേയറായിട്ട് അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ആര്യ രാജേന്ദ്രൻ നല്ല മാസ് അഴിമതി അങ്ങ് നടത്തി. CPM-ലെ മന്ത്രിമാർക്ക് മാത്രമല്ല, എനിക്കും അഴിമതി കാണിക്കാൻ അറിയാമെന്ന് ആര്യ തെളിയിച്ചു കൊടുത്തു. കോവിഡിന്റെ പേരിൽ ആറ്റുകാൽ പൊങ്കാലയുടെ പേരും പറഞ്ഞ് റോഡ് ശുചീകരണം എന്നും പറഞ്ഞ് 3,50,000 രൂപയുടെ അഴിമതി കാണിച്ചതും പൊങ്കാലയുടെ തലേന്ന് 50,000 രൂപയുടെ പൊറോട്ടയും ചിക്കനും ഒക്കെ എഴുതിയെടുത്തത് ഒരു ഒന്നൊന്നര തട്ടിപ്പാണ്. ഒരർത്ഥത്തിൽ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് കോർപ്പറേഷനിലെ ഭരണ കൗൺസിലർമാർക്കും അതുപോലെ BJP-യുടെയും CPM-ന്റെയും നേതാക്കൾക്കും ഒരുപോലെ ആര്യ രാജേന്ദ്രനെ ഇഷ്ടമില്ല എന്നത് വ്യക്തമാണ്. വലുതോതിൽ മേയർ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ തുടങ്ങിയതോടു കൂടിയാണ് പാർട്ടി തന്നെ ഇടപെടുകയും താക്കീത് നൽകുകയും ചെയ്തത്. പാളയത്ത് KSRTC ഡ്രൈവർ യദുവിനെ തടഞ്ഞു നിർത്തി മേയറും ഭർത്താവും കാണിച്ച ഷോയും വലിയ രീതിയിൽ തന്നെ പാർട്ടിക്ക് ചീത്തപ്പേരും നാണക്കേടും ഉണ്ടാക്കിയതിൽ സംശയമില്ല. അതോടുകൂടിയാണ് CPM തന്നെ ആര്യയുടെ ധിക്കാരത്തിന് പിടിയിട്ടിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രന് നേരെ വടിയെടുത്ത് CPM കഴിഞ്ഞിരിക്കുകയാണ്. CPM മര്യാദയ്ക്ക് നടക്കണമെന്ന് കർശന താക്കീതും നൽകി കഴിഞ്ഞു. ഇത് ആര്യയ്ക്ക് മാത്രമല്ല, ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവിനും കൂടിയുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. ഇത് ആര്യയ്ക്ക് അന്ത്യശാസനമാണ് നൽകിയത്. ഒരർത്ഥത്തിൽ ആര്യയുടെ ഭർത്താവിന് ഇനി ഉയർന്ന പദവി കിട്ടില്ല, അതായത് മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള പദവി കിട്ടില്ല എന്ന് ഇതോടുകൂടി വ്യക്തമായി. ആര്യ രാജേന്ദ്രൻ രാജിവെക്കുക ആണ് വേണ്ടതെന്ന് CPM-ലെ മുതിർന്ന നേതാക്കൾ പറയുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു അവസരം കൂടി കൊടുക്കാം, ഇല്ലെങ്കിൽ ഇനി ആര്യയുടെ ജീവിതം കട്ടപ്പുകയാകുമെന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അവസരം കൂടി കൊടുക്കാൻ തയ്യാറായത്. ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിദേവ് MLA പാളയത്ത് കാണിച്ച ഒരു ഷോയാണ് CPM-ന് തന്നെ ചീത്തപ്പേരുണ്ടായത്. പൊതുവെ CPM-ന്റെ SFI-കാരും DYFI-കാരും അവർക്ക് നല്ലൊരു പേരാണ് ഇപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത്. അതോടുകൂടി ഈ ആര്യയുടെ ഒരു ഷോയും കൂടെ കാണിച്ചപ്പോൾ ഇമേജ് വലിയ തോതിൽ തകർന്ന തരിപ്പണമായി. അതാണ് അവസാനം എല്ലാം കൂടെ ഈ എന്തുകൊണ്ട് തോൽക്കാൻ കാരണമായത് എന്നതിന്റെ ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായത്. അത് മാത്രമല്ല, ആര്യയുടെ കോർപ്പറേഷനിൽ ഈ ഒരു ഉത്തരവാദിത്തമില്ലായ്മ BJP-ക്ക് വലിയ തോതിൽ ഒരു ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ തോതിൽ ഒരു ഗുണം ചെയ്തു. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഏറ്റവും ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ BJP ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഇതോടുകൂടി BJP-ക്ക് നല്ലൊരു അവസരമാണ് ആര്യ തന്നെ കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് സിറ്റിയുടെ എന്ന പേരും പറഞ്ഞിട്ട് റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം CPM-നെയാണ് തെറി വിളിക്കുന്നത്, കുറ്റം പറയുന്നു, കോർപ്പറേഷനെ കുറ്റം പറയുന്നു. കോർപ്പറേഷനിൽ പിടിപ്പത് പണിയുണ്ടായിട്ട് അതൊന്നും നോക്കാതെ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിടുന്ന അവസ്ഥയാണ്. ഇപ്പം തുറന്നു പറഞ്ഞാൽ നഗരത്തിലെ ഒരു റോഡും നല്ല റോഡുകളില്ല. ഏത് റോഡാണോ നല്ലതായി കിടക്കുന്നത് അവിടെ അവർ വെട്ടുകത്തി കോടാലി വയ്ക്കും, അല്ലെങ്കിൽ JCB കൊണ്ട് അവിടെ വെട്ടിപ്പൊളിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ എല്ലാ മൊത്തത്തിൽ നഗരത്തിൽ ഒരു നഗരമാതാവ് എന്ന നിലയിൽ മഴ വന്നു, അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ആര്യവൻ പരാജയമാണ്, ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ നഗരമാതാവിനെതിരെ ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ ഒരു പരാതി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇവർക്ക് തിരിച്ചടി നേരിട്ടു എന്നത് വ്യക്തമാണ്. ഇതുകൊണ്ട് തന്നെ അടുത്ത ഭരണത്തിൽ ഒരർത്ഥത്തിൽ BJP-ക്ക് ആര്യയുടെ ഈ ഒരു പ്രവർത്തനം അവർക്ക് BJP-ക്ക് തിരുവനന്തപുരം മണ്ഡലം പിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല.